പിതാവേ, അന്ത്യകാല നിമിഷങ്ങളിൽ അവിടുത്തെ വചനം ധ്യാനിച്ച് ഹൃദയപരമാർത്ഥതയോടെ പശ്ചാത്തപിച്ച് അവിടുത്തെ വഴികളിൽ ചരിക്കുവാൻ അടിയങ്ങളെ അനുവദിക്കണമേ. ഈ ദിവസത്തിനും ഞങ്ങളുടെ ജീവനും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ ദാനങ്ങൾക്കും അടിയങ്ങൾ നന്ദി പറയുന്നു നാഥ. അവിടുത്തെ അനന്തമായ കരുണയ്ക്കും പാപമോചനത്തിനും നന്ദി ദൈവമേ. വെളിപാടിൻ്റെ വചനങ്ങൾ ഞങ്ങൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ നൽകി ഞങ്ങൾക്ക് ജ്ഞാനവും ഉൾക്കാഴ്ചകളും പ്രദാനം ചെയ്യണമേ. അവിടുത്തെ വചനത്തിനായി അടിയങ്ങൾ കാതോർക്കുന്നു. ഞങ്ങളിൽ വന്നു നിറയണമേ. വിശുദ്ധ യോഹന്നാന് ലഭിച്ച വെളിപാട് അധ്യായം 22. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതും സ്ഫടികം പോലെ തെളിഞ്ഞതുമായ ജീവജലത്തിൻ്റെ നദി അവൻ എനിക്ക് കാണിച്ചു തന്നു. നഗരവീഥിയുടെ മധ്യത്തിൽ നദിയുടെ ഇരുഭാഗങ്ങളിലുമായി 12 തരം ഫലങ്ങൾ കായ്ക്കുന്ന ജീവൻ്റെ വൃക്ഷം നിൽക്കുന്നു. അത് മാസം തോറും ഫലം തരുന്നു. ആ വൃക്ഷത്തിൻ്റെ ഇലകൾ ജനതകളുടെ രോഗശാന്തിക്ക് വേണ്ടിയുള്ളവയാണ്. ഇനിമേൽ ശപിക്കപ്പെട്ടതായി ഒന്നും ഉണ്ടായിരിക്കുകയില്ല. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിൽ ഉണ്ടായിരിക്കും. അവിടുത്തെ ദാസർ അവിടുത്തെ ആരാധിക്കും. അവർ അവിടുത്തെ മുഖം ദർശിക്കും. അവിടുത്തെ നാമം അവരുടെ നെറ്റിത്തടത്തിൽ ഉണ്ടായിരിക്കും. ഇനി ഒരിക്കലും രാത്രി ഉണ്ടാവുകയില്ല. ദീപത്തിൻ്റെ വെളിച്ചമോ സൂര്യൻ്റെ പ്രകാശമോ അവർക്ക് ആവശ്യമില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നു. അവർ എന്നേക്കും വാഴും. ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനം. അവൻ എന്നോട് പറഞ്ഞു, ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. ഉടനെ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ തൻ്റെ ദാസർക്ക് കാണിച്ചു കൊടുക്കാനായി പ്രവാചക ആത്മാക്കളുടെ ദൈവമായ കർത്താവ് തൻ്റെ ദൂതനെ അയച്ചിരിക്കുന്നു. ഇതാ, ഞാൻ വേഗം വരുന്നു. ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ കാക്കുന്നവൻ ഭാഗ്യവാൻ. യോഹന്നാനായ ഞാൻ ഇത് കേൾക്കുകയും കാണുകയും ചെയ്തു. ഇവ കേൾക്കുകയും കാണുകയും ചെയ്തപ്പോൾ ഇവ കാണിച്ചു തന്ന ദൂതനെ ആരാധിക്കാൻ ഞാൻ അവൻ്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അരുത്. ഞാൻ നിൻ്റെയും നിൻ്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ ഗ്രന്ഥത്തിലെ വചനങ്ങൾ കാക്കുന്നവരുടെയും സഹദാസനാണ്. ദൈവത്തെ ആരാധിക്കുക. വീണ്ടും അവൻ എന്നോട് പറഞ്ഞു, ഈ ഗ്രന്ഥത്തിലെ പ്രവചനങ്ങൾ നീ മുദ്രിതമായി സൂക്ഷിക്കേണ്ട, എന്നാൽ സമയം അടുത്തിരിക്കുന്നു. അനീതി ചെയ്തിരുന്നവൻ ഇനിയും അനീതി ചെയ്തു കൊള്ളട്ടെ. പാപക്കറ പുരണ്ടവൻ ഇനിയും അങ്ങനെ തന്നെ കഴിഞ്ഞുകൊള്ളട്ടെ. നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ. വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഇതാ, ഞാൻ വേഗം വരുന്നു. എൻ്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ഓരോരുത്തർക്കും സ്വന്തം പ്രവൃത്തികൾക്കനുസൃതം പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത്. ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ഒന്നാമനും ഒടുവിലെത്തവനും, ആദിയും അന്തവും. ജീവൻ്റെ വൃക്ഷത്തിന്മേൽ അവകാശം ലഭിക്കാനും കവാടങ്ങളിലൂടെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അങ്കികൾ കഴുകി ശുദ്ധിയാക്കുന്നവർ ഭാഗ്യവാന്മാർ. നായ്ക്കളും മന്ത്രവാദികളും വ്യഭിചാരികളും കൊലപാതകികളും വിഗ്രഹാരാധകരും അസത്യത്തെ സ്നേഹിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സകലരും പുറത്ത്. യേശുവായ ഞാൻ സഭകളെക്കുറിച്ച് നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തുന്നതിനു വേണ്ടി എൻ്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിൻ്റെ വേരും സന്തതിയുമാണ്, പ്രഭാപൂർണനായ പ്രഭാത നക്ഷത്രം. ആത്മാവും മണവാട്ടിയും പറയുന്നു, വരുക. കേൾക്കുന്നവൻ പറയട്ടെ, വരുക. ദാഹിക്കുന്നവൻ വരട്ടെ. ആഗ്രഹമുള്ളവൻ ജീവൻ്റെ ജലം സൗജന്യമായി സ്വീകരിക്കട്ടെ. ഉപസംഹാരം. ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ ശ്രവിക്കുന്ന എല്ലാവരോടും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ആരെങ്കിലും ഈ വചനങ്ങളോടെന്തെങ്കിലും കൂട്ടിച്ചേർത്താൽ ഈ പുസ്തകത്തിൽ വിവരിക്കപ്പെട്ടിരിക്കുന്ന മഹാമാരികൾ ദൈവം അവൻ്റെ മേൽ അയക്കും. ഈ പുസ്തകത്തിലെ പ്രവചനങ്ങളിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും എടുത്തു കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ വിവരിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ നഗരത്തിലും ജീവൻ്റെ വൃക്ഷത്തിലുമുള്ള അവൻ്റെ പങ്ക് ദൈവം എടുത്തു കളയും. ഇത് സാക്ഷ്യപ്പെടുത്തുന്നവൻ പറയുന്നു, അതെ, ഞാൻ വേഗം വരുന്നു. ആമേൻ. കർത്താവായ യേശുവേ, വരണമേ. കർത്താവായ യേശുവിൻ്റെ കൃപ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവജനമേ, വിശുദ്ധ യോഹന്നാന് ലഭിച്ച സ്വർഗീയ ദർശനങ്ങളിലൂടെയുള്ള നമ്മുടെ ഈ മനോഹരമായ 22 ദിവസത്തെ ആത്മീയ തീർത്ഥാടനം ഈ ദിവസം ഇവിടെ പൂർത്തിയാവുകയാണ്. സ്വർഗസ്ഥനായ പിതാവിൻ്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ വിതയ്ക്കപ്പെട്ട ഈ ദിവസങ്ങൾ ഏറെ അനുഗ്രഹപ്രദമായിരുന്നു. എനിക്ക് മനസ്സിൽ ഒത്തിരി സന്തോഷമുണ്ട്. ആ ആനന്ദം ഞാൻ അനുഭവിച്ചറിയുകയാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. നാളെ മുതൽ നാം വിശുദ്ധ ബൈബിളിലെ രാജകീയ പ്രവാചകനായ ഏശയ്യായുടെ പുസ്തകത്തിലൂടെ ഒരു പുതിയ യാത്ര ആരംഭിക്കുകയാണ്. 66 അധ്യായങ്ങൾ ഓരോ ദിവസമായി കവർ ചെയ്തുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ വിനീതമായി അപേക്ഷിക്കുകയാണ്. ഒത്തിരി ചാലഞ്ചുകൾ ഈ യാത്രയിലുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ടീം ഇത്
തയ്യാറാക്കുവാനും ആ എഡിറ്റിങ്ങൊക്കെ നടത്തുന്നതിനും സാത്താൻ എല്ലാ രീതിയിലും ടെക്നോളജിയിൽ കൂടെയൊക്കെ ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ട്. നമ്മൾ വിശുദ്ധരുടെയൊക്കെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് കുദാശകൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. കർത്താവാണ് നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അന്ത്യകാല നിമിഷങ്ങളിൽ ഇത് കർത്താവ് തന്നെ ആജ്ഞാപിച്ച് ഞങ്ങൾ ചെയ്യുന്നതാണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആ കർത്താവിൻ്റെ ആ ഡിക്രി, ഡയറക്റ്റീവ് ശിരസ വഹിച്ചുകൊണ്ട് എളിമയോടെ ഇത് പൂർത്തിയാക്കുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് കൂടെ ചേർന്ന് നിങ്ങളും പ്രാർത്ഥിക്കുമല്ലോ. ഇത് വീണ്ടും കേൾക്കാനും ധ്യാനിക്കാനും നിങ്ങൾക്ക് ഈ വീഡിയോസ് അവൈലബിൾ ആയിരിക്കും. അത് സാധിക്കുന്നതാണ്. ദൈവവചനത്തിൻ്റെ അമൃതധാര നമ്മുടെ ഉള്ളിൽ എന്നും ഒരു ഉറവയായി നിലകൊള്ളട്ടെ എന്ന് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. വെളിപാട് 22-ാം അധ്യായം സ്വർഗീയ യെരുശലേമിൻ്റെ അതിമനോഹരമായ ഒരു ചിത്രം നമ്മുടെ മുന്നിൽ വരച്ചു കാട്ടുന്നു. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് ഒഴുകുന്ന സ്ഫടിക തുല്യമായ ജീവജലത്തിൻ്റെ നദിയെക്കുറിച്ച് പറയുമ്പോൾ അത് നമ്മുടെ ആത്മാവിന് നൽകുന്ന ആശ്വാസം ഒട്ടും ചെറുതല്ല. നദിയുടെ ഇരുവശത്തുമായി 12 തരം ഫലങ്ങൾ നൽകുന്ന ജീവവൃക്ഷം നിൽക്കുന്നു. അതിൻ്റെ ഇലകൾ ജാതികളുടെ സൗഖ്യത്തിനുള്ളതാണ്, മനുഷ്യരുടെ. അവിടെ ഇനി ശാപമില്ലെന്നും ദൈവത്തിൻ്റെ മുഖം നാം നേരിട്ട് കാണുമെന്നും വചനം ഗ്യാരണ്ടി ചെയ്യുന്നു. ഈ സ്വർഗീയ ദർശനം ക്രിസ്തീയ പ്രത്യാശയുടെ പരമമായ അവസ്ഥയാണ്. അവിടെ രാത്രിയോ വിളക്കിൻ്റെ വെളിച്ചമോ ആവശ്യമില്ല. കാരണം ദൈവം തന്നെയാകുന്നു നമ്മുടെ വെളിച്ചം. ഈ അധ്യായം പഴയ നിയമത്തിലെ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി നമുക്ക് കാണുവാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യന് നഷ്ടമായ ആ ജീവവൃക്ഷം ഇതാ വെളിപാട് പുസ്തകത്തിൻ്റെ ഒടുവിൽ വീണ്ടും നമുക്ക് പ്രാപ്യമാകുന്നു. പ്രവാചകനായ എസെക്കിയേൽ ദർശിച്ച ദേവാലയത്തിൽ നിന്നൊഴുകുന്ന നീർച്ചാലുകളുടെയും സക്കറിയ പ്രവാചകൻ മുൻകൂട്ടി കണ്ട ജീവജലത്തിൻ്റെയും പൂർണ്ണരൂപം ഇവിടെ നാം ദർശിക്കുന്നു. ഏദൻ തോട്ടത്തിൽ പാപം മൂലം അടയ്ക്കപ്പെട്ട സ്വർഗവാതിൽ ക്രിസ്തുവിലൂടെ വീണ്ടും തുറക്കപ്പെടുന്നതാണ് ഇവിടുത്തെ പ്രധാന ചിന്ത. പഴയ നിയമം ഒരു വാഗ്ദാനമാണെങ്കിൽ വെളിപാട് പുസ്തകം ആ വാഗ്ദാനത്തിൻ്റെ മഹത്തായ സാക്ഷാത്കാരമാണ്. പുതിയ നിയമത്തിൻ്റെ അന്തസത്ത ഈ അധ്യായത്തിൽ പരിപൂർണമാകുന്നു. കാരണം കർത്താവായ യേശു തന്നെയാണ് ഇതിൻ്റെ ആദിയും അന്തവും. അവിടുന്ന് ആൽഫയും ഒമേഗയുമാണ്, ഒന്നാമനും അവസാനത്തവനും. ക്രിസ്തുവിൻ്റെ സുവിശേഷം സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നുവെങ്കിൽ ആ സൗഭാഗ്യം അനുഭവവേദ്യമാകുന്ന രംഗമാണ് സഹോദരങ്ങളെ ഈ 22-ാം അധ്യായം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ സ്വർഗീയ യെരുശലേമിൽ അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുന്നു. കുഞ്ഞാടിൻ്റെ രക്തത്താൽ അങ്കി കഴുകി വെളുപ്പിച്ചവർക്ക് മാത്രമേ ഈ നഗരത്തിൽ പ്രവേശനമുള്ളൂ എന്നത് പുതിയ നിയമത്തിൻ്റെ കാതലായ പാഠമാണ്. പ്രിയ സഹോദര സഹോദരി, ഇന്നത്തെ നമ്മുടെ ലോകത്തിൽ, പാപകരമായിട്ടുള്ള ഈ ലോകത്തിൽ ഈ വചനഭാഗം വളരെ പ്രസക്തമാണ്. കാരണം നാം ഇന്ന് ജീവിക്കുന്നത് ഒത്തിരി അസ്വസ്ഥതകളും അരക്ഷിതാവസ്ഥയും നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണല്ലോ. ഐഹികമായ സുഖസൗകര്യങ്ങൾക്കും പണത്തിനും പിന്നാലെ പായുന്ന മനുഷ്യൻ പലപ്പോഴും ആന്തരികമായ തളർച്ച അനുഭവിക്കുന്നു. ഈ സാഹചര്യത്തിൽ വിശുദ്ധ യോഹന്നാൻ വിവരിക്കുന്ന ജീവജലത്തിൻ്റെ ഉറവ നമ്മുടെ ആത്മീയ ദാഹം ശമിപ്പിക്കാൻ പര്യാപ്തമാണ്. ലോകം നൽകുന്ന സമാധാനമല്ല, ദൈവം നൽകുന്ന നിത്യമായ സമാധാനമാണ് നാം അന്വേഷിക്കേണ്ടതെന്ന് ഈ അധ്യായം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വചനത്തോടുള്ള വിശ്വസ്തതയും ക്രിസ്തുവിനോടുള്ള ചേർന്നു നിൽപ്പും മാത്രമാണ് യഥാർത്ഥ സന്തോഷത്തിനുള്ള ഏകമാർഗം. പ്രിയ ദൈവജനമേ, കർത്താവിൻ്റെ 2ാം വരവിനായുള്ള ഒരുക്കമാണ് ഈ അധ്യായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് കർത്താവ് 3 തവണ ഈ അധ്യായത്തിൽ ആവർത്തിക്കുന്നുണ്ട്. അവിടുത്തെ വരവ് അപ്രതീക്ഷിതമായിരിക്കുമെന്നും ഓരോരുത്തർക്കും അവരവരുടെ പ്രവൃത്തികൾക്കനുസരിച്ചുള്ള പ്രതിഫലം നൽകുമെന്നും വചനം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. വിളക്ക് കത്തിച്ച് കൈവശം വെച്ച് കാത്തിരിക്കുന്ന കന്യകമാരെ പോലെ നമ്മുടെ ആത്മീയ ജീവിതം എപ്പോഴും ജാഗരൂകമായിരിക്കണം. കർത്താവിൻ്റെ വരവിനെ ഭയത്തോടു കൂടിയല്ല, മറിച്ച് കർത്താവായ യേശുവെ വരയണമേ എന്ന പ്രാർത്ഥനയോടെ വേണം നാം എതിരേൽക്കാൻ. എങ്കിലും നമ്മുടെ ഇന്നത്തെ പാപ സാഹചര്യങ്ങളെക്കുറിച്ച് നാം ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. അശുദ്ധരും മ്ലേച്ഛത പ്രവർത്തിക്കുന്നവരും വ്യാജം പറയുന്നവരും ഈ സ്വർഗീയ നഗരത്തിന് പുറത്തായിരിക്കുമെന്ന് വചനം കണിശമായി പറയുന്നുണ്ട്. അഹങ്കാരവും സ്വാർത്ഥതയും ദൈവനിഷേധവും നിറഞ്ഞ ഇന്നത്തെ ലോകത്തിൽ
നാം വഴിതെറ്റിപ്പോകാൻ ഉള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ജഡികമായ മോഹങ്ങൾക്കും ലോകത്തിൻ്റെ പ്രലോഭനങ്ങൾക്കും കീഴ്പ്പെട്ട് ജീവിക്കുന്നവർ ആത്മീയ ജീവൻ്റെ ഉറവയിൽ നിന്ന് അകന്നു പോകുന്നു. നമ്മുടെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് പശ്ചാത്താപത്തിൻ്റെ കണ്ണീരിലൂടെ ഹൃദയം കഴുകി വിശുദ്ധീകരിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാകണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം തളർന്നു പോയി എന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ ഓർക്കുക, നിങ്ങൾക്കായി എനിക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന നിത്യ സൗഭാഗ്യം എല്ലാ ദുഃഖങ്ങൾക്കും വേദനകൾക്കും അപ്പുറമാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് പരാജയമില്ല. കാരണം മരണത്തെ പോലും ജയിച്ചവനാണ് നമ്മുടെ കർത്താവ്. പ്രതിസന്ധികളിൽ തളരാതെ ഈ ലോകത്തിലെ കഷ്ടതകൾ നിസ്സാരമെന്ന് കരുതി നമുക്ക് മുന്നോട്ട് നീങ്ങാം. വരാനിരിക്കുന്ന ആ മഹത്തായ തേജസ്സിൻ്റെ മുൻപിൽ ഇന്നത്തെ നമ്മുടെ കണ്ണുനീർ ഒരു നിമിഷാർദ്ധം മാത്രമായി മാറും. ദൈവകൃപയിൽ ആശ്രയിക്കാം. അവിടുന്ന് നമ്മെ ഒരിക്കലും കൈവിടുകയില്ല. കർത്താവിൻ്റെ നാമം നമ്മുടെ ഹൃദയത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന ഈ ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും കരുത്ത് പകരും. സ്വർഗീയ സന്തോഷം ലക്ഷ്യമാക്കി നമുക്ക് നമ്മുടെ വിശ്വാസയാത്ര തുടരാം. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നമ്മോട് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ സ്നേഹ സന്ദേശം പങ്കുവെച്ച് സുവിശേഷ വേലയിൽ പങ്കാളികളാകുവാൻ കർത്തൃനാമത്തിൽ സഹോദര സഹോദരി നിങ്ങളെ ഞാൻ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ദൈവം നിങ്ങളുടെ ജീവിതങ്ങളെ സമ്പുഷ്ടമാക്കട്ടെ.